വളരെ പെട്ടെന്ന് തിരികെ എത്താം. താങ്കളിലേക്ക് തന്നെ വരാം. തൽക്കാലത്തേക്ക് ലിജീഷിലേക്ക് ഒന്ന് പോയ ശേഷം, ലിജീഷ്, ഇതിൽ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. അപ്പോഴും ഈ കേസ് എടുത്ത രീതിയാണ് ഇനി ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു എന്നുള്ള വലിയ പരാതിയൊക്കെ ഉണ്ട്. അന്വേഷണം കൃത്യമായി നടന്നില്ലെങ്കിൽ, കൃത്യമായ വകുപ്പൊക്കെ ചുമത്തിയിരുന്നില്ല, അതൊക്കെ ശ്രീ ഷാഫി ചാലിയം അതിലേക്ക് എത്തുമായിരിക്കും. ഇത് പ്രതിഷേധമില്ലാതെ തന്നെ ഇതിലൊക്കെ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായേനെ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചില ലൂപ്പ് ഹോളൊക്കെ ഇട്ടുവെച്ചിരിക്കുന്നത് കേരള പോലീസാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ലേ? അല്ല, അങ്ങനെയല്ല അത് കാണേണ്ടത്. ഇതിനകത്ത് ഷൈജ ആണ്ടവൻ മുമ്പ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട് SFIയുടെ ഏരിയ സെക്രട്ടറി കൊടുത്ത പരാതിയിന്മേൽ കുന്നമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ ഭാഗമായി അവർ ജാമ്യത്തിലിറങ്ങുകയും ഇപ്പോൾ അത് കുറ്റപത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾച്ചേർത്തുകൊണ്ടാണ് കൊടുത്തത്. അതിന്റെ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചു. ഇനി കോടതി പ്രൊസീഡിംഗ്സിലേക്ക് ഈ കേസ് പോവുകയാണ്. ഇപ്പോ ഞാനൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി, കലാപാഹ്വാനം മാത്രമാണ്, ആ പ്രകോപനം മാത്രമാണ് ഉണ്ടാക്കിയത് എന്നാണോ SFIയും DYFIയും കരുതുന്നത് ഈ വിഷയത്തിനകത്ത്? അല്ല, ഞങ്ങൾ ആ രൂപത്തിലല്ല അതിനകത്ത് പരാതി കൊടുത്തിരുന്നു, ഇടപെട്ടിരുന്നതും. പക്ഷേ പോലീസ് സ്വാഭാവികമായും കേസെടുക്കുന്ന സമയത്ത് അതിന്റെ എല്ലാ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് കേസെടുത്തിട്ടുണ്ടാവുക. അത് സംബന്ധിച്ച് വ്യാപകമായി ഞങ്ങളിതൊരു പോലീസ് നിയമപരമായി കൈകാര്യം ചെയ്യുക എന്നത് മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. പോലീസ് കേസെടുക്കട്ടെ, അതിന്റെ വഴിക്ക് അന്വേഷണം നടക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ ആ വഴിക്ക് നീങ്ങട്ടെ. അതേസമയത്ത് പൊതുസമൂഹത്തിനകത്ത് ഇത് ശക്തമായ ക്യാമ്പയിൻ നടത്തുകയും ഇടപെടൽ നടത്തുകയും ഇതിനെതിരായുള്ള വലിയ വികാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളിപ്പോൾ ഇന്നലെയും മാർച്ച് നടത്തി. DYFI ഇന്നലെ വൈകിട്ട് തന്നെ NITയിലേക്ക് മാർച്ച് നടത്തി. ഞങ്ങൾ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ സൂചിപ്പിച്ചൊരു വിഷയമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന പ്രൊഫസർ എന്ന് പറയുന്നത് പ്രൊഫസർ ആണോ എന്നൊക്കെയുള്ള ഇനി കാര്യമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ എങ്ങനെയാണ് പ്രൊഫസറാകാൻ കഴിയുന്നതെന്നാണ് ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഇവർക്ക് ഇതിലും വലിയ പൊസിഷൻ കിട്ടും. അന്ന് അവിടെ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ഇവർ. സ്വാഭാവികമായി അതിൽ ഉയർന്ന പദവി ഇവരെ തേടിയെത്തും. കാരണം അവിടുത്തെ ഡയറക്ടറായാലും മുകളിലേക്കുള്ള BJP RSS സംവിധാനങ്ങളായാലും എല്ലാം അവർക്ക് ഇത്തരത്തിലുള്ള മതവിദ്വേഷവും മറ്റു കാര്യങ്ങളെല്ലാം പറയുന്ന സംവിധാനത്തെ എല്ലാം ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു അന്ന് ഇതിലും വലിയ പൊസിഷൻ വരാൻ പോകുന്നു. ഇന്നലെയും ഞങ്ങൾ അവിടെ മാർച്ച് നടത്തി പറഞ്ഞത് തന്നെയാണ്, ഇതിലും വലിയ പൊസിഷൻ ഇനി ഇവർക്ക് വരാനിരിക്കുന്നു. ഇനി ഇവർക്ക് സർവീസിൽ എത്ര വർഷം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിന്റെ സമയപരിധി കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇനി വൈസ് ചാൻസലറോ അതിന്റെ മുകളിലേക്കുള്ള പദവി ഉൾപ്പെടെ ഇവർക്ക് കൊടുക്കാൻ അവിടുത്തെ അധികാരികളായാലും മുകളിലേക്കുള്ള സംവിധാനങ്ങളായാലും എല്ലാം തയ്യാറ്. ഇപ്പൊ എല്ലായിടെയും കാണുന്നത് ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ തന്നെയാണ്. അപ്പൊ അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഉയർത്തുക, അതിനനുസരിച്ച് ജനങ്ങളെ അണിനിരത്തുക, മറ്റ് നിയമ സംവിധാനങ്ങൾ കൂടി ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചു പോകുക. നേരത്തെ ശ്രീ ഷാഫി ചാലിയം പറഞ്ഞു